നിസ്കരിക്കുന്ന പുരുഷന് ബാങ്കും ഇക്കാമത്തും സുന്നത്തുണ്ട്. സ്ത്രീകൾക്ക് ഇക്കാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ. ബാങ്ക് കേൾക്കുമ്പോൾ സംസാരിക്കരുത്. ബാങ്കിന് ഉത്തരം ചെയ്യണം. ഖുർആൻ ഓതുകയാണെങ്കിലും ദിക്റ് ചൊല്ലുകയാണെങ്കിലും ഇത് തന്നെയാണ് വിധി. ബാങ്കും ഇക്കാമത്തും വിളിച്ചവനും അത് കേട്ടവനും അതിൽ നിന്ന് വിരമിച്ച ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. ഇക്കാമത്ത് വിളിക്കുന്നതിന്റെ മുമ്പും സ്വലാത്ത് സുന്നത്തുണ്ട്. ബാങ്കിന്റെ മുമ്പും സുന്നത്തുണ്ട് എന്നാണ് ഷെയ്ഖ് ബഖരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുള്ളത്. സ്വലാത്തിന് ശേഷം ഇങ്ങനെ പ്രാർത്ഥിക്കൽ സുന്നത്താണ്: اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد. اللهم رب هذه الدعوة التامة والصلاة القائمة آت محمدا الوسيلة والفضيلة والدرجة الرفيعة وابعثه مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. ശേഷം ആയത്തുൽ കുർസി ഓതലും സുന്നത്തുണ്ട്. അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും നിവേദനം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബാങ്ക് കൊടുക്കുന്നത് കേട്ടാൽ നിങ്ങൾ അതുപോലെ പറയുക. ശേഷം എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുക. എൻ്റെ മേൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവൻ്റെ മേൽ 10 സ്വലാത്ത് ചൊല്ലും. പിന്നീട് നിങ്ങൾ എനിക്ക് വേണ്ടി വസീലത്തിനെ ചോദിക്കണം. അത് സ്വർഗത്തിലുള്ള ഒരു ഉന്നത പദവിയാണ്. അള്ളാഹുവിൻ്റെ അടിമകളിൽ ഒരാൾക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. അത് ഞാനായിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആരെനിക്ക് വസീലയെ ചോദിച്ചുവോ അവൻ എൻ്റെ ശുപാർശക്ക് അർഹനായി. ബുഖാരി, മുസ്ലിം. ഇനി ഇഖാമത്ത് കൊടുക്കാം. ഇഖാമത്തിന്റെ വചനങ്ങൾ ഇങ്ങനെ: اللهم صل على محمد والله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن محمد رسول الله حي على الصلاة حي على الفلاح قد قامت الصلاة قد قامت الصلاة الله أكبر الله أكبر لا إله إلا الله. നിസ്കരിക്കുന്നവന്റെ മുന്നിൽ ഒരു മറ ഉണ്ടായിരിക്കൽ സുന്നത്താണ്. ഭിത്തി ഇല്ലെങ്കിൽ തൂണ്, അതുമില്ലെങ്കിൽ വല്ല വസ്തുവും മുന്നിൽ വെക്കുക. 3 മുഴത്തിൽ കവിയാത്ത അകലത്തിൽ 1 മുഴത്തിന്റെ 2 ഭാഗം ഉയരമുള്ള മറയാണ് വേണ്ടത്. മറയ്ക്ക് വേണ്ടി ഒരു വടി പോലും ഇല്ലെങ്കിൽ ഒരു മുസല്ല വിരിക്കണം. മറ വെച്ച് നിസ്കരിക്കുന്നവന്റെയും അടയാളങ്ങളുടെയും ഇടയിൽ കൂടി നടക്കുന്നത് നിഷിദ്ധമാകുന്നു. അടയാളമില്ലെങ്കിൽ കറാഹത്താണ്. ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമിന്റെ മുമ്പിൽ മാത്രം മേൽ പറഞ്ഞ മറയുണ്ടായാൽ മതി. പിന്നിലുള്ള 1-ാം സഫുകാർക്ക് ഇമാമാണ് മറ. അതിനുശേഷമുള്ള സഫുകൾക്ക് മുമ്പിലുള്ള സഫുകൾ മറയായി ഗണിക്കപ്പെടും. നിസ്കാരം തുടങ്ങുകയാണ്. കിബിലക്ക് തിരിഞ്ഞു നിന്നല്ലോ. ആദ്യ ഫർള് നിയ്യത്താണ്. ളുഹറാണ് നിസ്കരിക്കുന്നതെന്ന് സങ്കല്പിക്കുക. നിയ്യത്ത് ഇങ്ങനെ: يصلي فرض الظهر 4 ركعات متوجها إلى القبلة أداء لله تعالى. ളുഹർ എന്ന ഫർള് നിസ്കാരം 4 റക്അത്ത് അള്ളാഹുവിന് വേണ്ടി കിബിലക്ക് മുന്നിട്ട് അദാ ആയി ഞാൻ നിർവഹിക്കുന്നു. നിയ്യത്തിന്റെ ഉടനെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലണം. ഇതാണ് 2ാമത്തെ ഫർള്. അല്ലാഹു അക്ബർ എന്ന് ഉച്ചരിക്കലാണിത്. കൈകെട്ടൽ സുന്നത്താണ് കേട്ടോ. കൈ കെട്ടിയില്ലെങ്കിലും തക്ബീറത്തുൽ ഇഹ്റാം ഉച്ചരിക്കുന്നതോടെ അവൻ നിസ്കാരത്തിൽ പ്രവേശിക്കുന്നു. അല്ലാഹു അക്ബർ എന്ന് വ്യക്തമായി ഉച്ചരിക്കണം. അക്ഷരങ്ങൾക്കും ഘടനക്കും മാറ്റമുണ്ടാവരുത്. ആവശ്യമില്ലാതെ നീട്ടുകയോ കനപ്പിക്കുകയോ അരുത്. അല്ലാഹു അക്ബർ എന്നോ അല്ലാഹു അക്ബാർ എന്നോ പറയുന്നത് തെറ്റാണ്. തക്ബീർ ചൊല്ലുമ്പോൾ 2 കൈകളും ചുമലിന് നേരെ ഉയർത്തി നെഞ്ചിന്റെയും പൊക്കിളിന്റെയും ഇടയിൽ വെക്കൽ സുന്നത്താണ്. വലത് കൈകൊണ്ട് ഇടത് കൈയിന്റെ മണിബന്ധത്തെ പിടിച്ച രീതിയിലാണ് വെക്കേണ്ടത്. 2 വിരലുകൾ മണിബന്ധത്തെ പിടിക്കുമ്പോൾ 3 വിരലുകൾ പുറം കൈയിൽ പരത്തി വെക്കുകയാണ് വേണ്ടത്. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയപ്പോൾ 2 കൈകൾ ചുമലിന് നേരെ ഉയർത്തിയത് ശ്രദ്ധിച്ചില്ലേ? ഈ രീതി ഇനി എപ്പോഴൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത്? ആദ്യത്തെ അത്തഹിയാത്തിൽ നിന്ന് 3-ാം റക്അത്തിലേക്ക് ഉയരുമ്പോൾ, 1-ാം റക്അത്തിൽ നിന്ന് 2-ാം റക്അത്തിലേക്കും 3-ൽ നിന്ന് 4-ലേക്കും ഉയരുമ്പോൾ
ഇങ്ങനെ കൈ ചുമലിന് നേരെ ഉയർത്തരുത്, നേരെ നെഞ്ചിന് താഴെയാണ് വെക്കേണ്ടത്. മസ്ബൂക്കായ ആൾ അഥവാ പിന്തിത്തുടർന്നയാൾ ഇമാം സലാം വീട്ടിയ ശേഷം എഴുന്നേൽക്കുമ്പോൾ എത്രാമത്തെ റക്അത്താണോ അതനുസരിച്ചാണ് കൈ ഉയർത്തേണ്ടത്. മൂന്നാമത്തെ റക്അത്തിലേക്കാണെങ്കിൽ കൈ ചുമലിന് നേരെ ഉയർത്താം. മഗ്രിബിൽ ഇമാമിന്റെ നിസ്കാരശേഷം ഒരു റക്അത്ത് നിസ്കരിക്കാനുള്ളയാൾ കൈ ചുമലിന് നേരെ ഉയർത്തണം. 2 റക്അത്ത് നിസ്കരിക്കുന്നവൻ ചുമലിന് നേരെ ഉയർത്തരുത്. ഇവൻ 2ാം റക്അത്താണല്ലോ നിസ്കരിക്കുന്നത്. നിസ്കരിക്കുന്നയാൾ എങ്ങോട്ടാണ് നോക്കേണ്ടത്? സുജൂദിന്റെ സ്ഥാനത്തേക്ക് മാത്രം. തക്ബീർ തുടങ്ങുമ്പോൾ തന്നെ സുജൂദിന്റെ സ്ഥാനത്തേക്ക് ദൃഷ്ടി പതിപ്പിക്കേണ്ടതാണ്. യജമാനനായ റബ്ബിന്റെ മുന്നിലാണ് നിൽക്കുന്നത്, അലസനാവരുത്. നിസ്കാരത്തിൽ മേൽപോട്ട് കണ്ണുയർത്തുന്നത് തെറ്റാണ്. തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം പ്രാരംഭ പ്രാർത്ഥന സുന്നത്തുണ്ട്. അതാണ് വജ്ജഹ്തു. وجهت وجهي للذي فطر السماوات والأرض حنيفا مسلما وما أنا من المشركين إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا من المسلمين. സുന്നത്ത് നിസ്കാരങ്ങളിലും വജ്ജഹ്തു സുന്നത്തുണ്ട്. ഇമാമോടുകൂടി നിസ്കരിക്കുന്നവർ ഇമാം റുക്കൂ ചെയ്യും മുമ്പ് ഫാത്തിഹ ഓതാൻ സമയം ലഭിക്കില്ല എന്നുണ്ടെങ്കിൽ വജ്ജഹ്തു ഓതരുത്. നിസ്കാരത്തിന്റെ 3ാമത്തെ ഫർളാണ് കഴിവുള്ളവർ നിൽക്കൽ. സ്ഥാനത്തിൽ 3ാമത്തേതാണെങ്കിലും ക്രമത്തിൽ അത് 1ാമത്തേതാണ്. നിന്ന് നിസ്കരിക്കാൻ സാധിക്കാത്തയാൾ ഇരുന്ന് നിസ്കരിക്കണം. ഇരുന്ന് നിസ്കരിക്കുന്നവൻ റുക്കൂയിൽ നെറ്റി മുട്ടിൻകാലിനോട് നേരിടും വിധത്തിൽ കുനിയണം. സുജൂദിന് സാധിക്കുമെങ്കിൽ നെറ്റി നിലത്ത് വെച്ച് പിൻഭാഗം ഉയർത്തണം. അതിനു സാധ്യമല്ലെങ്കിൽ റുക്കൂവിനേക്കാൾ കൂടുതൽ കുനിഞ്ഞാൽ മതി. ഊരവേദനക്കാരനായ ഉസ്മാൻക 2 സ്റ്റൂളുകൾ പള്ളിയിൽ വാങ്ങിവെച്ചിട്ടുണ്ട്. ജമാഅത്ത് ഒഴിവാക്കാത്ത കക്ഷി കൃത്യസമയത്ത് പള്ളിയിലെത്തി ഇമാമിനോടൊപ്പം ഇരുന്ന് നിസ്കരിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. കുനിയലാണ് പ്രശ്നമെങ്കിൽ ആദ്യമേ ഇരിക്കരുത്. നൃത്തത്തിൽ നിൽക്കുകയും കുനിയേണ്ട സ്ഥലങ്ങളിൽ സ്റ്റൂളിന്റെ സാന്നിധ്യം ഉപയോഗിക്കാവുന്നതുമാണ്. ഇരുന്ന് നിസ്കരിക്കാൻ കഴിവില്ലാത്തവർ വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്നാണ് നിസ്കരിക്കേണ്ടത്. മുഖവും നെഞ്ചും കിബിലയിലേക്കായിരിക്കണം. അതിനും സാധ്യമല്ലെങ്കിൽ മലർന്നു കിടന്ന് നിസ്കരിക്കണം. മുഖവും കാലിന്റെ അടിഭാഗവും കിബിലയിലേക്ക് തിരിയണം. മുഖം കിബിലയിലേക്ക് തിരിയാൻ തലക്കു താഴെ ഒരു തലയിണ വെച്ചാൽ മതി. റുക്കുവും സുജൂദുമൊക്കെ കഴിയും വിധം തലകൊണ്ടോ അതിനു സാധ്യമല്ലെങ്കിൽ കൺപോള കൊണ്ടോ സൂചിപ്പിച്ചാൽ മതി. അതിനൊന്നും സാധ്യമാകാത്ത അവസ്ഥയിലായിട്ടുണ്ടെങ്കിൽ നിസ്കാരത്തിന്റെ പ്രവൃത്തികൾ മനസ്സിൽ കൊണ്ടുവരേണ്ടതാണ്. വജ്ജഹ്തുവിനു ശേഷം ഫാത്തിഹയിലേക്ക്. ഇത് 4ാമത്തെ ഫർള്. ഫാത്തിഹ ഓതാത്തവന് നിസ്കാരമില്ലെന്ന് നബിവചനം. എന്നാൽ ഇമാമിനോടൊപ്പം പിന്തിത്തുടർന്നവന് ഫാത്തിഹ ഓതാൻ സമയം ലഭിച്ചില്ലെങ്കിൽ ഇങ്ങനെ തുടരുന്നയാൾ വജ്ജഹ്തു ഓതാതെ വേഗം ഫാത്തിഹയിലേക്ക് പ്രവേശിക്കണം. ആ റക്അത്തിലെ ഫാത്തിഹ ഇമാം വഹിച്ചുകൊള്ളും. 7 ആയത്തുകളാണ് ഫാത്തിഹയിലുള്ളത്. ബിസ്മിയും അതിൽ പെട്ടതാണ്. ബിസ്മി ഒഴിവാക്കരുത്. 142 അക്ഷരങ്ങളാണ് ഫാത്തിഹയിലുള്ളത്. അതിൽ 14 എണ്ണം ഷദ്ദുകളാണ്. ഷദ്ദ് എന്നാൽ 2 അക്ഷരം കൂടുന്നത്. ഇരട്ട അക്ഷരങ്ങൾ കൂടിയാൽ 156 അക്ഷരങ്ങളുണ്ടാവും. ഫാത്തിഹ ഓതുമ്പോൾ ഷദ്ദുകളും മദ്ദുകളും മഖ്റജുകളും അഥവാ അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങൾ എല്ലാം ശ്രദ്ധിച്ചു ഓതണം. ശ്രദ്ധിക്കാതെ അർത്ഥവ്യത്യാസം വരും വിധം അക്ഷരങ്ങളോ ഉത്ഭവസ്ഥാനങ്ങളോ മാറ്റിയാൽ നിസ്കാരം ബാത്തിലാവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ.
الضالين آمين. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇയ്യാക നഅ്ബുദു എന്നത് ഇയ്യാക നഅ്ബുദു ആവരുത്. ഷദ്ദ് പോകുമ്പോൾ അർത്ഥവ്യത്യാസം സംഭവിക്കുന്നു. അൽ ഹംദു എന്നത് അൽ ഹംദു ആയാലും പ്രശ്നമാണ്. ഹ ഉച്ചരിക്കേണ്ടത് തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ്. ഹ ആകുമ്പോൾ തൊണ്ടയുടെ താഴ്ഭാഗത്തു നിന്നുമാണ് വരുന്നത്. ഇത് തെറ്റാണ്. ഈയിടെ ഞാനൊരു സുഹൃത്തുമായി ഫാത്തിയെ സംബന്ധിച്ച് സംസാരിച്ചു. ഓതിയപ്പോൾ ഒരുപാട് പിശകുകൾ, വൈരിൽ മൗലൂബി അലൈഹിം വലല്ലാലീൻ എന്നിവ പറയുമ്പോൾ ലാദ് പലപ്പോഴും പ്രശ്നമാകുന്നു. ലാദിന്റെ മഖ്റജ് എവിടെന്നാണ്? പ്രത്യേകം ശ്രദ്ധിക്കണം. നാവിന്റെ രണ്ടാലൊരു അരു മേലെ അണപ്പല്ലുകളോട് ചേർത്തി ഉച്ചരിക്കുന്നതാണിത്. നാവ് മുൻപല്ലിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്നാണ് സുഹൃത്ത് ഉച്ചരിക്കുന്നത്. അപ്പോൾ ലാദ് ലാ ആയി മാറുന്നു. വലല്ലാലീൻ എന്നാണ് പറയുന്നത്. ഒരു ഉസ്താദിന്റെ അരികിലിരുന്ന് ഫാത്തിഹ പഠിക്കലാണ് ഏറ്റവും നല്ലത്. പ്രായം കൂടിയെന്ന് അമാന്തിക്കരുത്. ഇത് നമ്മുടെ പരലോകത്തിന്റെ പ്രശ്നമാണല്ലോ. ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ ആമീൻ ചൊല്ലൽ സുന്നത്തുണ്ട്. നാഥ നീ ഉത്തരം ചെയ്യണേ എന്നാണ് ഇതിന്റെ അർത്ഥം. ഇമാമിന്റെയും മഅ്മൂമുകളുടെയും ആമീൻ ഒന്നിച്ചാവാൻ ശ്രദ്ധിക്കണം. അതിന് പ്രത്യേക കൂലിയുണ്ട്. ആദ്യത്തെ 2 റക്അത്തുകളിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഏതെങ്കിലും സൂറത്തോതൽ സുന്നത്താണ്. ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമിന്റെ ഓത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ മഅ്മൂം സൂറത്ത് ഓതരുത്. സൂറത്ത് ഓതുമ്പോൾ മുസ്ഹഫിലെ ക്രമമനുസരിച്ചാവലും. ആദ്യ റക്അത്തിൽ ഓതുന്നത് രണ്ടാമത്തെ റക്അത്തിൽ ഓതുന്നതിനേക്കാൾ ദീർഘിച്ചതാവലും സുന്നത്തുണ്ട്. ഏതൊക്കെ റക്അത്തുകളിലാണ് ഉറക്കെ ഓതേണ്ടത് അതുകൂടി മനസ്സിലാക്കാം. മഗ്രിബ്, ഇശാ എന്നീ നിസ്കാരങ്ങളുടെ ആദ്യത്തെ 2 റക്അത്തുകളിലും സുബ്ഹിയിലും ഒറ്റക്ക് നിസ്കരിക്കുന്നവനും ഇമാമും ഉറക്കെയാണ് ഓതേണ്ടത്. സൂറത്ത് കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി റുക്കൂയിലേക്ക് പോകാം. നിസ്കാരത്തിന്റെ 5ാമത്തെ ഫർളാണ് റുക്കൂ ചെയ്യൽ. ഒരാൾ തന്റെ 2 കൈവെള്ളകളും കാൽമുട്ടിൽ കുത്തുന്ന വിധം കുനിയുന്നതിനാണ് റുക്കൂ എന്ന് പറയുന്നത്. റുക്കൂയിൽ മുതുകും പിരടിയും സമമാക്കൽ സുന്നത്താണ്. തല കൂടുതൽ തൂക്കിയിടുന്നതും പൊക്കിപ്പിടിക്കുന്നതും ശരിയല്ല. റുക്കൂയിൽ ചൊല്ലേണ്ട ദിക്ർ സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി 3 പ്രാവശ്യം ചൊല്ലൽ സുന്നത്തുണ്ട്. റുക്കൂയിൽ നിന്നും നൃത്തത്തിലേക്ക് സമിഅ അല്ലാഹു ലിമൻ ഹമിദഹ് എന്ന് പറഞ്ഞ് വരികയാണ് അടുത്ത പ്രവൃത്തി. റുക്കൂവിന്റെ മുമ്പുള്ള അവസ്ഥയിലേക്ക് മടങ്ങുന്നതിനാണ് എഴുത്തിദാൽ എന്ന് പറയുന്നത്. ഇത് 6ാമത്തെ ഫർളാണ്. എഴുത്തിദാലിൽ ചൊല്ലേണ്ട ദിക്ർ ربنا لك الحمد ملء السماوات وملء الأرض وملء ما شئت من شيء بعد. അടുത്തത് സുജൂദാണ്. നിസ്കാരത്തിന്റെ 7ാമത്തെ ഫർളാണ് 2 സുജൂദ് ചെയ്യൽ. സുജൂദ് മഹത്തായ ഒരു ആരാധനയാണ്, അള്ളാഹുവിനുള്ള സമ്പൂർണമായ വണക്കം. മനുഷ്യൻ സുജൂദ് ചെയ്യുമ്പോൾ പിശാച് കരഞ്ഞുകൊണ്ട് മാറി നിൽക്കും. അവൻ പറയും, വല്ലാത്തൊരു കഷ്ടം, എന്റെ നാശം, എന്റെ രക്ഷിതാവ് എന്നോട് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ ഞാൻ ചെയ്തില്ല, അത് കാരണം ഞാൻ നരകാവകാശിയായി. ഈ മനുഷ്യനിത അള്ളാഹുവിന്റെ കൽപ്പന സ്വീകരിച്ചുകൊണ്ട് സുജൂദ് ചെയ്യുന്നു, അവന് സ്വർഗവും ലഭിക്കുന്നു. മുസ്ലിം. സുജൂദ് ചെയ്യുമ്പോൾ നെറ്റി മറയരുത്. പുരുഷന്മാരുടെ ടവലും സ്ത്രീകളുടെ മുഖമക്കണയും നെറ്റി മുഴുവൻ മറയുന്നതാവരുത്. മുടിയും നെറ്റിയിലേക്ക് ഇറങ്ങരുത്. സുജൂദിൽ 7 അവയവങ്ങൾ നിലത്ത് വെക്കൽ നിർബന്ധമാണ്. നെറ്റി, 2 കൈവെള്ളകൾ, 2 കാൽമുട്ടുകൾ, 2 കാൽ വിരലുകളുടെ വെള്ളകൾ എന്നിവയാണവ. മൂക്ക് വെക്കൽ സുന്നത്താണ്. സുജൂദിൽ തലയുടെ ഭാഗം താഴുകയും അരക്കെട്ടും പൃഷ്ഠഭാഗങ്ങളും ഉയരുകയും ചെയ്യൽ നിർബന്ധമാണ്. തലയുടെ ഭാരം നിലത്ത് പതിക്കുകയും വേണം. സ്ത്രീകളുടെ മക്കനെയോ പുരുഷന്മാരുടെ മുണ്ടോ എന്തുമാവട്ടെ, അവനവൻ ചുമന്ന വസ്തുവിന്മേൽ സുജൂദ് ചെയ്താൽ അത് ശരിയാവില്ല. അഥവാ നെറ്റി ഇത്തരം വസ്തുക്കളിൽ വെക്കരുത്. നീണ്ടുകിടക്കുന്ന വസ്ത്രത്തിന്റെ തലയോ മറ്റോ അത് തന്റെ ചലനം കൊണ്ട് ചലിക്കുന്നില്ലെങ്കിൽ പോലും സുജൂദിൽ നെറ്റിക്കടിയിലേക്ക് വരാൻ പാടില്ല. എന്നാൽ ശരീരവുമായി ഒരു ബന്ധവുമില്ലാത്ത ചവിട്ടി നിൽക്കുന്ന വസ്തുക്കളിന്മേലോ മുന്നിൽ വേറിട്ട് കിടക്കുന്ന ശീലകളിലോ സുജൂദ് ചെയ്യുന്നതിന് വിരോധമില്ല. 2 കാൽമുട്ടുകളും ഒരു ചാൺ അകത്തി വെക്കുകയും 2 കൈകളും ചുമലിന്റെ നേരെ കൈത്തണ്ട ഉയർത്തി വിരലുകൾ നിവർത്തി ചേർത്തിപ്പിടിച്ച് കിബിലയിലേക്ക് തിരിച്ചു വെക്കലുമാണ് സുന്നത്ത്. 2 പാദങ്ങളുടെ വിരലുകളുടെ പള്ള
കഴിയും വിധം നിലത്ത് ചേർത്ത് ഒരു ചാൺ അകലത്തിൽ തന്നെ വെക്കണം. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് 3 പ്രാവശ്യം സുജൂദിൽ ചൊല്ലൽ സുന്നത്താണ്. പുരുഷൻ സുജൂദ് ചെയ്യുമ്പോൾ അവന്റെ തണ്ടം കൈ ഉടലിൽ നിന്നും വയർ കാൽത്തുടയിൽ നിന്നും വേർപെടുത്തി പിടിക്കണം. സ്ത്രീ അവ അടുപ്പിച്ചു വെച്ചുകൊണ്ടാണ് സുജൂദ് ചെയ്യേണ്ടത്. 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തമാണ് ഇനി. ഇത് 8ാം ഫർള്. സുജൂദുകൾക്കിടയിൽ വേർപെടുത്താനാണ് ഈ ഇരുത്തം. ഇഫ്തിറാഷ് ഇരുത്തമാണ് വേണ്ടത്. വലത് കാൽപാദം നാട്ടിവെച്ച് ഇടതുപാദം പരത്തി അതിന്മേൽ ഇരിക്കുന്നതിനാണ് ഇഫ്തിറാഷ് എന്ന് പറയുന്നത്. കൈ രണ്ടും കാൽമുട്ടിനോടടുപ്പിച്ച് തുടക്കുമീതേ വെക്കണം. ചൊല്ലേണ്ട ദിക്ർ റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. ഇനി ഒരു സുജൂദ് കൂടി. 1ാം റക്അത്ത് കഴിഞ്ഞു. ഇതൊന്നും നോൺ സ്റ്റോപ്പായി ചെയ്യാൻ പാടില്ല കേട്ടോ. അനക്കമടങ്ങൽ എന്ന ഒരു ഫർളുണ്ട്, 9ാം ഫർള്. റുക്കൂ, സുജൂദ്, എഴുത്തിദാല്, സുജൂദിനിടയിലെ ഇരുത്തം ഇവയിലെല്ലാം അനക്കമടങ്ങൽ നിർബന്ധമാണ്. അതായത് പ്രവൃത്തിയിൽ നിന്ന് അടുത്ത പ്രവൃത്തിയിലേക്ക് എത്തുമ്പോഴുണ്ടാകുന്ന ശാരീരിക ചലനങ്ങൾ നിൽക്കുക. ഇതാണ് ഉദ്ദേശ്യം. ഒരു റക്അത്ത് കഴിഞ്ഞ് 2ലേക്ക് എഴുന്നേൽക്കുമ്പോൾ ഒരു ഇരുത്തമുണ്ട്. ഇസ്തിറാഹത്തിന്റെ ഇരുത്തമെന്ന് പറയും. ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ എത്ര സമയം വേണം അത്രയും നേരം ഇരിക്കുക. ഇരുത്തം നീളരുത് എന്നർത്ഥം. സുജൂദിൽ നിന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്നതിനിടയിലാണ് ഈ ഇരുത്തം. അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് നൃത്തം വരെ നീളുമല്ലോ. ഇനി 2ാം റക്അത്ത്. ഇത് 1ാം റക്അത്ത് പോലെ തന്നെ. ഫാത്തിഹയും സൂറത്തും ഓതുക. ശേഷം റുക്കൂവും സുജൂദുകളും. ഇനി അത്തഹിയാത്താണ്. 3ഓ 4ഓ റക്അത്തുള്ള നിസ്കാരമാണെങ്കിൽ ഇത് ആദ്യത്തെ അത്തഹിയാത്ത് സുന്നത്താണ്. ഇതിൽ ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. അത്തഹിയാത്തിന്റെ വാചകം അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام علينا وعلى عباد الله الصالحين. أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله. അത്തഹിയാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. ഇത് ഈ അത്തഹിയാത്തിൽ സുന്നത്തും ഒടുവിലത്തെ അത്തഹിയാത്തിൽ നിർബന്ധവുമാണ്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد എന്നാണ് സ്വലാത്തിന്റെ ചുരുങ്ങിയ രൂപം. നിസ്കാരത്തിൽ നാം നോക്കേണ്ടത് എങ്ങോട്ടാണ്? സംശയമില്ല, സുജൂദിന്റെ ഭാഗത്തേക്ക്. അത്തഹിയാത്തിലും അതെ. അത്തഹിയാത്തിനിരിക്കുമ്പോൾ വലത് കൈയിന്റെ ചൂണ്ടുവിരൽ താഴ്ത്തി തള്ളവിരലിനോട് ചേർത്ത് പിടിച്ചിരിക്കും, മറ്റു വിരലുകൾ മടക്കിയും. അത്തഹിയാത്തില് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്തുമ്പോൾ നൊടിയിടയിൽ ചൂണ്ടുവിരൽ നിവർത്തുന്നു. സ്റ്റഡിയായി നിൽക്കുന്ന ഈ വിരലിലേക്കാണ് ഇനി നോക്കേണ്ടത്. 3ാം റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ വീണ്ടും നോട്ടം സുജൂദിലേക്കാവുന്നു. അവസാനത്തെ അത്തഹിയാത്താണ് 10ാമത്തെ ഫർള്. ഇടതുകാൽ വലതുകാലിനടിയിൽ കൂടി വലത്തോട്ട് പുറപ്പെടുവിച്ച് വലത് കാൽപാദം നാട്ടിവെച്ച് ഇടതുഭാഗത്തേക്ക് പൃഷ്ഠഭാഗം വെച്ച് ഇരിക്കുന്ന രൂപമാണിത്. തവറുക്കിന്റെ ഇരുത്തം എന്ന് പറയും. മേൽ അത്തഹിയാത്ത് തന്നെയാണ് ചൊല്ലേണ്ടത്. ഇവിടെ ചൊല്ലൽ നിർബന്ധമാണെന്ന് മാത്രം. വിരൽ നിവർത്തുന്നതുവരെ സുജൂദിന്റെ സ്ഥലത്തേക്കും വിരൽ നിവർത്തിയാൽ തീരും വരെ വിരലിലേക്കുമാണ് നോക്കേണ്ടത്. ഒടുവിലെ അത്തഹിയാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലലും നിർബന്ധമാണ്. നിസ്കാരത്തിന്റെ 11ാം ഫർളാണിത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്നാണ് സ്വലാത്തിന്റെ ചുരുങ്ങിയ രൂപം. അവസാനത്തെ അത്തഹിയാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. ഇതോടൊപ്പം ആലിഹി എന്നുകൂടി ചൊല്ലിയാൽ കുടുംബത്തിന്റെ മേലിലുള്ള സ്വലാത്തിന്റെ ചുരുങ്ങിയ രൂപമായി. ഈ സ്വലാത്തുകൾ പൂർണ്ണമായി തന്നെ ചൊല്ലാൻ ശ്രദ്ധിക്കണം. അത് ഇപ്രകാരമാണ്: اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد
كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഇതിനുശേഷം ചൊല്ലേണ്ട പ്രാർത്ഥന ഇതാണ്: اللهم اغفر لي ما قدمت وما أخرت وما أسررت وما أعلنت وما أسرفت وما أنت أعلم به مني أنت المقدم وأنت المؤخر لا إله إلا أنت اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. ഇനി സലാം വീട്ടുകയാണ്. ഇത് നിസ്കാരത്തിന്റെ 13-ാം ഫർള്. 12-ാം ഫർള് അത്തഹിയാത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്തിനും വേണ്ടി ഇരിക്കലാണ്. അവസാനത്തെ അത്തഹിയാത്തിൽ തവറുക്കിന്റെ ഇരുത്തമാണ് സുന്നത്തെന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഇമാമിനോടൊപ്പം പിന്തി തുടർന്നവനും സഹവിന്റെ സുജൂദ് ചെയ്യാനുള്ളവനും ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. പിന്തി തുടർന്നവൻ അവന്റെ അവസാന ഇരുത്തത്തിലാണ് തവറുക്കിന്റെ ഇരുത്തം ഇരിക്കേണ്ടത്. സഹവിന്റെ സുജൂദ് ചെയ്യാനുള്ളവൻ സുജൂദിന്റെ ശേഷമുള്ള ഇരുത്തത്തിലും. ഇരുത്തത്തിന്റെ എല്ലാ രൂപങ്ങളും സുന്നത്താണ് കേട്ടോ. അഥവാ രൂപം മാറിപ്പോയാലും നിസ്കാരത്തെ ബാധിക്കില്ല. സലാം വീട്ടും മുമ്പ് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ റഷീദിനെ പോലെയാവരുത്. സലാം വീട്ടും മുമ്പ് റഷീദിനൊരു തല താഴ്ത്തലുണ്ട്. എന്നിട്ടാണ് വലത്തോട്ട് തിരിയുക. അത് കഴിഞ്ഞ് ഒന്നുകൂടി തലയാട്ടി ഇടത്തോട്ട് സലാം വീട്ടും. ആരോടോ സമ്മതം ചോദിക്കുന്നത് പോലെ. ഇങ്ങനെ ചെയ്യരുത്. ഇരുന്ന ഇരിപ്പിൽ തല തിരിച്ചാൽ മതി. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ തന്നെ ഫർള് വീടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറയുമ്പോൾ പൂർണ്ണമായി സുന്നത്തുമായി. മയ്യിത്ത് നിസ്കാരത്തിൽ നിന്ന് പിരിയുമ്പോൾ വബറകാതുഹു എന്നുകൂടി കൂടുതലാക്കൽ സുന്നത്തുണ്ട്. ഒന്നാമത്തേതിൽ വലതുഭാഗത്തേക്കും രണ്ടാമത്തേതിൽ ഇടതുഭാഗത്തേക്കും മുഖം തിരിക്കൽ സുന്നത്താണ്. സലാം പറയുമ്പോൾ വലതുഭാഗത്തുള്ള മലക്കുകളെയും ജിന്നുകളെയും മനുഷ്യരെയുമൊക്കെ ഉദ്ദേശിക്കാം. ഇടതുഭാഗത്തേക്ക് തിരിയുമ്പോൾ ആ ഭാഗത്തുള്ളവരെയും. ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇതോടൊപ്പം ഇമാമിനെയും ഇമാമിന് മഅ്മൂമുകളെയും കരുതാം. നിസ്കാരത്തിന്റെ 14-ാം ഫർള് തർത്തീബാണ്, അഥവാ ക്രമപ്രകാരം കൊണ്ടുവരൽ. നിയ്യത്തും തക്ബീറത്തുൽ ഇഹ്റാമും ക്രമപ്രകാരമായാലും പോരാ, അത് പരസ്പരം അനുയോജിച്ച് തന്നെയാവണം. അഥവാ തക്ബീർ ഉച്ചരിക്കുമ്പോഴും നിയ്യത്ത് മനസ്സിലുണ്ടായിരിക്കണം. നിസ്കാരത്തിന്റെ ഫർളുകളെ 3ആയി തരംതിരിക്കാം. ഒന്ന് ഖൽബി, അഥവാ ഹൃദയത്തിൽ കരുതേണ്ടത്. ഒന്നാമത്തെ ഫർളായ നിയ്യത്താണിത്. 2 ഖൗലി, അഥവാ വാച ഉണ്ടാവേണ്ടത്. ഫാത്തിഹ, അത്തഹിയാത്ത്, സ്വലാത്ത് എന്നിവ അതിൽപ്പെട്ടതാണ്. 3 ഫഇലി, അഥവാ പ്രവർത്തിക്കേണ്ടത്. റുക്കൂ, സുജൂദ്, ഇഅ്തിദാൽ തുടങ്ങിയവ ഇതിൽപ്പെടുന്നു. കർമ്മപരമായ ഏതെങ്കിലും ഫർളിനെ മനഃപൂർവ്വം ക്രമം തെറ്റിച്ചാൽ നിസ്കാരം ബാത്തിലാവും. എന്നാൽ വാജായുള്ള ഫർളിനെയാണ് ക്രമം തെറ്റിച്ചതെങ്കിലോ, ഉദാഹരണം ഫാത്തിഹ ഓതേണ്ട സന്ദർഭത്തിൽ അത്തഹിയാത്ത് ഓതി. നിസ്കാരത്തിന് കുഴപ്പമില്ലെങ്കിലും ചൊല്ലിയത് പരിഗണനീയമല്ല. അവിടെ ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. സലാം വീട്ടിയ ഉടൻ എഴുന്നേൽക്കരുത്. ദിക്റും ദുആയുമുണ്ട്, അത് കഴിഞ്ഞിട്ട് മതി സുന്നത്ത് നിസ്കാരം. ജൂതന്മാരെ പോലെ നിങ്ങൾ ഗ്യാപ്പില്ലാതെ അടുത്ത നിസ്കാരത്തിലേക്ക് പോവരുത് എന്ന അർത്ഥത്തിൽ നബിവചനമുണ്ട്. നിസ്കരിക്കുന്ന സ്ഥലത്ത് നിന്ന്, അഥവാ മുസല്ല, തെറ്റാതെ ഇരിക്കൽ പുണ്യമാണ്. ഇരിക്കുന്ന സമയമത്രയും മലക്കുകളുടെ പ്രാർത്ഥന നമുക്കുണ്ടാവും. ചില ആളുകളുണ്ട്, സലാം വീട്ടേണ്ട താമസമേയുള്ളൂ, മൂട്ട കടിച്ചതുപോലെ അവർ മാറിയിരിക്കുന്നത് കാണാം. ഇത് പുണ്യം നഷ്ടപ്പെടുത്തലാണെന്ന് ഓർക്കുമല്ലോ. സലാം വീട്ടിയ ഉടൻ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം അൽ ഖദീം അൽ കരീം അർ റഹീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം മിൻ കുല്ലി ദംബിൻ വ ഖതിയത്തിൻ വ അതൂബു ഇലൈഹി വസ്സലൂ തൗബ اللهم أنت السلام ومنك السلام وإليك يرجع السلام حينا ربنا بالسلام وادخلنا برحمتك دار السلام تباركت ربنا وتعاليت يا ذا الجلال والإكرام اللهم لا مانع لما أعطيت ولا معطي لما منعت ولا راد لما قضيت ولا مبدل لما حكمت ولا ينفع ذا الجد منك الجد اللهم أعني على ذكرك وشكرك وحسن عبادتك وتوفيق طاعتك وإيمانك يا الله എന്നുള്ള ദിക്റുകൾ ആയത്തുൽ കുർസിയുടെ ശേഷം സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം,
അല്ലാഹു അക്ബർ 33 പ്രാവശ്യം, ശേഷം അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി വബിഹംദി ബുക്റതൻ വഅസീല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ചൊല്ലി അനന്തരം ലാ ഇലാഹ ഇല്ലല്ലാഹ് 10 പ്രാവശ്യം. ഇനി ദുആയാവാം. നിസ്കാര ശേഷമുള്ള ദുആക്ക് ഉത്തരം ലഭിക്കുമെന്ന് ഹദീസിലുണ്ട്. എന്തും ചോദിക്കാം. എങ്കിലും സമയബന്ധിതമായ ചില പ്രത്യേക ദുആകളുണ്ട്. ഏത് ദുആക്കും മുമ്പ് ഹംദും സ്വലാത്തും വേണം. അവസാനവും അതെ, സ്വലാത്തു കൊണ്ടാണ് അവസാനിപ്പിക്കേണ്ടത്.